UDF കെട്ടുറപ്പിനെ നിയന്ത്രിച്ചിരുന്ന ചില നേതാക്കൾ കേരള കോൺഗ്രസിൽ നിന്നുണ്ടായിരുന്നു. കേരള കോൺഗ്രസിന്റെ ഈ പിളരുന്തോറും വളരുന്ന അവസ്ഥ ഈ ജോസ് കെ മാണിയിൽ എത്തി നിൽക്കുമ്പോൾ ഒരു അട്ടിമറി പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥലമാണ്. നമസ്കാരം. ഹൈറേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്ന കോതമംഗലം ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ്. ഈ കോത എന്ന് പറയുന്നത് ചേര രാജാക്കന്മാരുടെ ഒരു സ്ഥാനപ്പേരുമായിട്ടാണ് ഇതിന് കണക്ഷൻ എന്നാണ് പറയുന്നത്. കോത. അപ്പോൾ അവരുടെ ആസ്ഥാനം എന്നുള്ള നിലയിലാണ് കോതമംഗലം എന്ന് പറഞ്ഞു വരുന്നത് എന്നൊരു കഥയുണ്ട്. പിന്നെ അതോ അവർ കല്യാണം കഴിച്ചതുമായിട്ട് ബന്ധപ്പെട്ടല്ലോ അങ്ങനെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. അല്ല, അങ്ങനെയല്ല, അതങ്ങനെ പറയുന്നില്ല. അപ്പോൾ അവരുടെ സ്ഥാനപ്പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പേരാണ്. അങ്ങനെയാണ് കോതമംഗലം ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. പിന്നെ എന്തായാലും ഇത് ഹൈറേഞ്ചിന്റെ കവാടം എന്ന് പറയുന്നത് മൂന്നാറിലേക്ക് ഇവിടുന്ന് ഒരു 70 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിലേക്ക് ഉള്ള ഈ ആലുവ കോതമംഗലം റൂട്ട് വഴിയാണ് ഇത് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഇടമലയാർ ഡാം 26 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് ഉള്ളത്. പിന്നെ ഭൂതത്താൻകെട്ട് ഡാം വളരെ പ്രശസ്തമായ സ്ഥലങ്ങളാണ്. പിന്നെ ഡോക്ടർ സലിം അലി പക്ഷി സങ്കേതം ഇവിടുന്ന് 17 കിലോമീറ്റർ മാത്രമാണ് ഉള്ളത്. മണ്ഡലത്തിലാണ്. അതിന് 17 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലം ഇഞ്ചിത്തൊട്ടി എന്നാണ്, അതും ഇവിടെയാണ്. അപ്പോൾ ഈ പ്രദേശം ഇത്തരത്തിൽ ഇത് കഴിഞ്ഞിട്ടെത്തുന്നത് നമ്മൾ ഹൈറേഞ്ചിന്റെ സുഖശീതളിമയിലേക്ക് അടക്കുന്നത്. അപ്പോൾ അതാണ് ഇതിനൊരു കവാടം എന്ന് കവാടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രത്യേകതകളാണ് നമ്മുടെ. പിന്നെ കിഴക്കൻ മേഖലയിൽ സ്ഥാപിതമായ ആദ്യ മുസ്ലിം ദേവാലയം മേദല മൊഹിദ്ദീൻ ജുമാ മസ്ജിദ്. കിഴക്കൻ മേഖലയിൽ സ്ഥാപിതമായ ആദ്യ ഇസ്ലാം ദേവാലയം ഇത് മേദല മൊഹിദ്ദീൻ. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രാദേശികമായ വിവരങ്ങൾ. എന്തായാലും കോതമംഗലം നിയോജക മണ്ഡലത്തിന്റെ ഭാവി എന്താണെന്ന് അറിയാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മണ്ഡല പര്യടനത്തിലാണ് ABC ന്യൂസ് ഇന്ന് ചെന്ന് നിൽക്കുന്നത്. ഹൈറേഞ്ചിന്റെ കവാടം എന്ന് വിളിക്കുന്ന എറണാകുളം ജില്ലയിലെ മലയോരത്ത് കോതമംഗലം മണ്ഡലത്തിലാണ്. കോതമംഗലം മണ്ഡലത്തിന്റെ സംസ്കാരവും ചരിത്രവും കണക്കുകളും ഒക്കെ വിശകലനം ചെയ്യുകയാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും കോതമംഗലം മണ്ഡലത്തെ പ്രവചിക്കേണ്ടത് ഞങ്ങളല്ല, നിങ്ങളാണ്, പ്രേക്ഷകരാണ്, ജനങ്ങളാണ്. ജനങ്ങളുടെ ആധിപത്യമാണ് ജനാധിപത്യം. തീർച്ചയായും നിങ്ങൾക്ക് അവസരം തരുന്നു ഞങ്ങൾ. നിങ്ങളുടെ കമന്റ് ബോക്സിൽ ആദ്യം തന്നെ ഞങ്ങൾ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് NDA ആണോ LDF ആണോ UDF ആണോ ആർക്കാണ് സാധ്യതയെന്ന് എത്രയും വേഗം നിങ്ങൾക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും രാഷ്ട്രീയ നിരീക്ഷകനായ NM പിയേഴ്സൺ സാർ ഈ ചർച്ചയിലുണ്ട് എന്നതാണ് ഈ ചർച്ചയുടെ ഇന്നത്തെ ഞങ്ങളുടെ ഒരു സന്തോഷം. പിയേഴ്സൺ സാർ കോതമംഗലം മണ്ഡലത്തെ എങ്ങനെ കാണുന്നു? പൊതുവെ കോതമംഗലം മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഭൂമി എന്ന് പറയുന്നത് UDFനും അതേപോലെ തന്നെ കേരള കോൺഗ്രസിനും നന്നായിട്ട് സ്വാധീനമുള്ളൊരു സ്ഥലമാണ്. പക്ഷേ CPMനും മോശമല്ലാത്ത സ്വാധീനം അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം നിലവിൽ ഇവിടുത്തെ MLA എന്ന് പറയുന്നത് CPMന്റെ MLA ആണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം ലഭിച്ച വോട്ടുകൾ എന്ന് പറയുന്നത് ഒരു 6000 ചില്ലാനും അല്ലേ, 6605 ചില്ലാനും വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. പക്ഷേ അതിക്ക് മുമ്പ് നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു ഭൂരിപക്ഷമാണെന്ന് എഴുതുന്നത്. 19,000-ലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. തൊട്ട് മുമ്പുള്ള ഇലക്ഷൻ 2016 അപ്പോൾ അത് കേരള കോൺഗ്രസിൽ നിന്ന് CPM പിടിച്ചെടുക്കുകയായിരുന്നു. ശരിക്കും കുരുവിളയായിരുന്നു അവിടുത്തെ കുലപതി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. നമ്മുടെ മന്ത്രിയൊക്കെ ആയിരുന്നു. കുരുവിളയുടെ ഒരു പതനത്തിന്റെ കാലമായിരുന്നു. ശരിയാണ്. ആ പതന കാലത്താണ് യഥാർത്ഥത്തിൽ ഈ വലിയൊരു ഭൂരിപക്ഷത്തിന് ആ സീറ്റ് പിടിച്ചെടുക്കാനായിട്ട് CPMന് കഴിഞ്ഞ വർഷം തുടർന്നു. പക്ഷെ ഇപ്പോൾ നമുക്കറിയാലോ, പൊതുവെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് പറയുന്നത് മാറി നിൽക്കുകയും ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇതിനെയൊക്കെ മാറ്റിമറിക്കുന്ന തരത്തിലാണ്. എനിക്കൊന്ന് 14,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ UDFനുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു അട്ടിമറി പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥലമാണ്. തീർച്ചയായും. പക്ഷെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ പൊതുവെ കണക്കുകളെല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ ഇതാണ് സ്ഥിതി. തുടർന്ന് വരുന്നത് CPMന്റെ MLA രണ്ടു വട്ടം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അതിനെ അട്ടിമറിക്കുന്നു. 14,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം UDFന് വരാവുന്ന ഒരു കണക്കാണ് അവിടെ നമുക്ക് ലഭ്യമാണ്. NDAക്ക് അങ്ങനെ വലിയൊരു സ്വാധീനം അതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഈ CPM അവിടെ പിടിച്ചെടുത്തത് പോലും നിർണായകമായ പിടിച്ചെടുക്കലാണ്. കേരള കോൺഗ്രസിന്റെ മണ്ഡലമായിട്ടാണ് കോതമംഗലം അറിയപ്പെടുന്നത്. അത്ഭുതകരമായ ഒരു കാര്യം, ഈ മണ്ഡലം ഉണ്ടാകുന്ന 65-ലാണ്. KM ജോർജ് കേരള കോൺഗ്രസിന്റെ 64-ൽ കേരള കോൺഗ്രസ് ഉണ്ടായ ഉടനെ കേരള കോൺഗ്രസ് പിടിച്ചെടുത്ത മണ്ഡലമാണ്. നേരിയ ഭൂരിപക്ഷത്തിനാണ് അന്ന് അദ്ദേഹം അവിടെ ജയിച്ചത്. KM ജോർജ് ജയിക്കുന്ന 546 വോട്ടിനാണ്.
അത് കഴിഞ്ഞിട്ട് ദീർഘകാലം കേരള കോൺഗ്രസ് നേതാക്കന്മാരാണ് മഹാഭൂരിപക്ഷം. ഒരിക്കൽ മാത്രം ഒരു TM മീഡിയൻ പറയുന്ന ഒരു പഴയൊരു സഖാവാണ് ആണല്ലേ, അദ്ദേഹം 67 ജയിച്ചിട്ടുണ്ട് അവിടെ. അതാണ് CPM-ന്റെ പഴയകാലത്തെ ചരിത്രം. പിന്നെ വരുന്നത് ഈ അവസാന കാലത്ത് ആന്റണി ജോൺ ജയിച്ചപ്പോൾ മാത്രമാണ്. അതിനു മുമ്പ് ഒരിക്കലും CPM-ന് എത്തി നോക്കാൻ പറ്റാത്ത, CPM-ന് തൊടാൻ പറ്റാത്ത മണ്ഡലമായിരുന്നു അത്. PJ പൗലോസ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചിട്ടുണ്ട്. ആ സീറ്റ് കോൺഗ്രസിന് കിട്ടിയ കാലത്ത് കൂടി ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. PJ പൗലോസ് 2 തവണ ജയിച്ചിട്ടുണ്ട്, 91-ലും 96-ലും. എന്നാൽ ബാക്കി മുഴുവനും കേരള കോൺഗ്രസിന്റെ നീണ്ട ലിസ്റ്റാണ്. KM ജോർജ് തൊട്ട് പിന്നീട് നമ്മൾ കാണുന്ന MI മാർക്കോസ് ആണ്, MV മാണിയാണ്, TM ജേക്കബാണ്. പിന്നെ 3 തുടർച്ചയായ ഇലക്ഷനിൽ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിറവത്തിലേക്ക് മാറുന്നത് വരെ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് TM ജേക്കബ് കേരള കോൺഗ്രസ് ആയി നിന്ന കാലത്തും കേരള കോൺഗ്രസ് മാണിയായി നിന്ന കാലത്തും ജയിച്ചത് കോതമംഗലം. TM ജേക്കബ് കേരള കോൺഗ്രസ് ജേക്കബായി മാറുമ്പോൾ മാത്രമാണ് പിന്നെ അദ്ദേഹം കോതമംഗലത്തേക്ക് പോകുന്നത്, പിറവത്തേക്ക് മാറുന്നത്. പിന്നെ അതിനിടയിൽ TU കുരുവിളയും ജയിച്ചു. അത് ജോസഫ് ഗ്രൂപ്പ് എന്ന നിലയ്ക്കാണ് കുരുവിള ജോസഫ് ഗ്രൂപ്പ് ആയിരുന്നു. കുരുവിള 2 വട്ടം ജയിച്ചു. ആ കുരുവിള 2 വട്ടം ജയിക്കുകയും 3-ാം തവണ ദയനീയമായിട്ട് തോൽക്കുകയും ചെയ്തു എന്നതാണ്. കുരുവിളയെ മലർത്തി അടിച്ചിട്ടാണ് ആന്റണി ജോൺ ആദ്യമായിട്ട് അവിടെ അധികാരം പിടിക്കുന്നത്. ആന്റണി ജോണിന്റെ തേരോട്ടമാണ് ഇപ്പൊ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലായി. പക്ഷേ സാറ് പറഞ്ഞ വളരെ ശരിയാണ്. ഒടുവിലത്തെ ഭൂരിപക്ഷം വളരെ വളരെ കുറവാണ്. 6000 വോട്ടിനെ ജയിച്ചുള്ളൂ. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അട്ടിമറി കാണുന്നുണ്ട് അല്ലെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അതാണ് നിയമസഭയിലെ ഒരു കണക്ക് വേണമെങ്കിൽ കണക്ക് പറഞ്ഞാൽ ഇങ്ങനെയാണ്. പോൾ ചെയ്ത വോട്ടിന്റെ ഈ ആന്റണി ജോണാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ജയിച്ചത്, 2016-ലും 2021-ലും. 2016-ലെ തെരഞ്ഞെടുപ്പിൽ ആന്റണി ജോണിന് പോൾ ചെയ്ത വോട്ടിന്റെ പകുതി വോട്ടുള്ളൂ, 50.98% വോട്ട് കിട്ടി. അതേ സമയത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് 46.99 ആയിട്ട് കുറയുകയും അതനുസരിച്ച് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറയുകയും ചെയ്യുന്നുണ്ട് 2021-ല്. പക്ഷെ ഒരു വ്യത്യാസമുള്ളത്, അദ്ദേഹത്തിന് കിട്ടിയ ഒരു ആനുകൂല്യം 2016-ൽ മത്സരിക്കുമ്പോൾ കുരുവിളയായിരുന്നു ഇത് സ്ഥാനാർത്ഥി. പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഷിബു തെക്കുംപുറം വന്നപ്പോൾ തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അവരുടെ നില മെച്ചപ്പെടുത്തുകയും ഈ ആന്റണി ജോണിന്റെ ഭൂരിപക്ഷം കുറച്ച് കുറയുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവര് NDA അവിടെ സ്വതന്ത്രന്മാരെ വെച്ചുള്ള പരീക്ഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ PC സിറിയക്ക് സ്വതന്ത്രനായിട്ട് മത്സരിച്ചു 2016-ല്. സിറിയക്ക് IAS-കാരാണ്, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനായ PC സിറിയക്ക് മത്സരിച്ചിട്ട് കിട്ടിയത് 12,926 വോട്ടാണ് ആകെ കിട്ടിയത്. അതാണ് അവിടുത്തെ ഒരു NDA-യുടെ സ്ഥിതി. ഇവിടെ ഒരു സ്വതന്ത്രനെ മത്സരിപ്പിക്കുന്നതിന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് നേരത്തെ മുതൽ ഉള്ളതും ഇപ്പോൾ തുടരുന്നതുമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ക്രൈസ്തവ സമൂഹത്തിനേക്കുള്ള ഒരു എൻട്രി ആയിരുന്നു. നേരിട്ടൊരു BJP എന്ന ബന്ധമില്ലാതെ ക്രൈസ്തവരിലേക്ക് ഇറങ്ങാൻ വേണ്ടി സ്വതന്ത്രരെ നിർത്തിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പരീക്ഷണം വിജയിച്ചോ ഇല്ലേ എന്നുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നോക്കും. ലോക്സഭ എങ്ങനെയാണ്? പക്ഷേ അതിന് മുമ്പായിട്ടൊരു കാര്യം കൂടി കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി വരുത്താനായിട്ട്, നമുക്ക് വിക്ടറി മാർജിൻ എന്ന് പറയുന്നത് 19,282 16 അതെ, അത് കിട്ടിയത് നേരെ 6,605-ലേക്കാണ് കുറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കാം. നമ്മൾ നേരത്തെ ഈ മണ്ഡലം കോതമംഗലം ഇത് 65-ലേ വന്നുള്ളൂ. അതിന് മുമ്പ് അത് അങ്കമാലി മണ്ഡലത്തിന്റെ ഭാഗമായി. അപ്പൊ അത് ആണ് ചേർത്ത് 62-ലെ മണ്ഡല പുനർനിർണയത്തോട് തുറന്നാട്ടാണ് ഇത് പിന്നെ പുതിയ കോതമംഗലത്തിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ലോക്സഭാ സീറ്റിൽ മത്സരത്തിൽ 2019-ലും 24-ലും ഈ മണ്ഡലത്തിൽ വിവിധ മുന്നണികൾക്ക് ലഭിച്ച വോട്ടുകളാണ്. അത് പറയും മുമ്പ് ഈ ഇടുക്കിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിരുന്ന ലോക്സഭാംഗങ്ങളുടെ ചിലരുടെ പേര് പറഞ്ഞാൽ CM സ്റ്റീഫൻ, MM ലോറൻസ്, PJ കുര്യൻ, AC ജോസ്, PC ചാക്കോ, PT തോമസ്, ഇവരൊക്കെയാണ് ഈ മണ്ഡലത്തിൽ വമ്പന്മാരാണ് വിജയിച്ച് പോയിട്ടുള്ളത്. സാറിന് എന്തെങ്കിലും കമന്റ്സ്? 19-ലും 24-ലും ഡീൻ കുര്യാക്കോസാണ്. അവിടെ 19-ൽ കോതമംഗലം നിയമസഭാ മണ്ഡലത്തിൽ ആ ലോക്സഭാ ഇലക്ഷൻ വെച്ച് നോക്കുമ്പോൾ UDF-ന് 52.6% വോട്ടുകളാണ്. അതായത് 67,942 വോട്ട് ഇവിടെ നിന്ന് കിട്ടി UDF-ന്. LDF-ലേക്ക് വരുമ്പോൾ 47,346, അതായത് 36.6 കിട്ടിയിരിക്കുന്നത്. ഇത് NDA-യിലേക്ക് വരുമ്പോൾ 9.4, 12,092 വോട്ടുകളാണ്. ഇനി ഒരു മാറ്റം വന്നില്ല. 2024-ലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് UDF 52.6 എന്ന് പറയുന്ന 2019-ലെ നില 52.8 അതായത് ചെറിയൊരു വർധനവ് അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. 36.6 എന്നുള്ളതിൽ നിന്നും LDF 35.7 കുറഞ്ഞു. 47,346-ൽ നിന്ന് 42,910 എന്ന നിലയിലേക്ക് അവർ താഴ്ന്നു. അവിടെ സംഭവിച്ചത് NDA ഏതാണ്ട് സെയിം അവസ്ഥയിൽ തന്നെയാണ്. 9.4 എന്നുള്ളത് 9.6
12,000-ൽ പരം വോട്ട് ലഭിച്ചത് 11,497 വോട്ടുകളായിട്ടാണ് വന്നത്. ഇത് അതെ, ചെറിയ- അത് ഈ ചെറിയൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ കണ്ട ഒരു UDF അനുകൂല തരംഗം അവിടെയും കണ്ടു എന്ന് വേണം കരുതാൻ. പക്ഷെ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുമോ എന്നാണ് ആലോചിക്കേണ്ടത്. അപ്പൊ ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പ് നമ്മുടെ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. അവിടെ സാർ നേരത്തെ സൂചിപ്പിച്ചു, അവിടെ കോതമംഗലത്തിന് 68,790 വോട്ടുകളാണ് UDF ലഭിച്ചത്. 54,653 വോട്ട് LDF. പിന്നെ ഇന്ത്യയുടെ സ്ഥിതി 9,243 എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ വോട്ടിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല. എന്നാൽ UDF നില കുറച്ച് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇവരുടെ സ്ഥിതിയാവോ? ഇവർക്ക് ഈ NDAയുടെ പുരോഗതി എത്ര ശതമാനം വന്നിട്ടുണ്ട്? നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ചിട്ടാണോ? അല്ല, തദ്ദേശ സ്വയംഭരണ ഇല്ല, തെരഞ്ഞെടുപ്പ് വലിയ അത് പറയാനില്ല. ഇല്ല അല്ലേ? പറയാൻ പറയാനില്ല, മാത്രമല്ല കാരണം കണക്കില്ല. വളരെ ഓക്കേ. സെയിം അവസാനം കടന്നു പോകുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെയാണ്. ഇനി എന്തെങ്കിലും നമുക്ക് ചേർത്ത് പറയാനുണ്ടോ? അല്ല, ഇതിന്റെ ഒരു കോതമംഗലം. പൊസിഷനെ LDFന്റെ ഒരു കോർ വോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഉം. എനിക്ക് തോന്നുന്നു 30,000 വോട്ടൊക്കെ ആയിരിക്കാം. ഉം. അതിൽ വലിയ വ്യത്യാസങ്ങൾ ഏറ്റവും മോശമായിട്ടുള്ള കണ്ടീഷനിൽ പോലും കാണുന്നില്ല. ആ, ആ. അപ്പം അതിൽ നിന്ന് എത്രമാത്രം വോട്ട് കൂടുതൽ വാങ്ങാൻ കഴിയും, ഉം. അതാണ് അവരുടെ സാധ്യത എന്ന് പറയുന്നത്. അതിൽ ആ വോട്ടേ അവർക്ക് കിട്ടുന്നുള്ളെങ്കിൽ എനിക്ക് തോന്നുന്നത് അതില് നല്ല ഭൂരിപക്ഷത്തിൽ UDF ജയിക്കാനുള്ള സാധ്യത. ഒരു പുതിയ പ്രതിഭാസം കൂടി സാറിന്റെ ഒരു കമന്റ് കേൾക്കാൻ ഞങ്ങൾക്കും പ്രേക്ഷകർക്കും താല്പര്യം ഉണ്ടാവും. രണ്ട് കാര്യം. കേരള കോൺഗ്രസിന്റെ ഈ പിളരും തോറും വളരുന്ന അവസ്ഥ ഈ ജോസ് കെ മാണിയിൽ എത്തി നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തായാലും UDFലായാലും ദയനീയമായ ഒരു തകർച്ചയെ അദ്ദേഹം നേരിടുന്നുണ്ട്. ഡിക്ലൈനാണ് കേരള കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ ജോസ് കെ മാണി വന്നത് തൊട്ട്. എന്നാൽ എങ്ങനെയാണ് ഈ ജേക്കബ് ഗ്രൂപ്പിന്, അനൂപ് ജേക്കബ് അപ്പുറത്താണ് മത്സരിക്കുന്നത്, ഇപ്പോൾ പിറവത്താണ് മത്സരിക്കുന്നതെങ്കിൽ പോലും കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ ഒരു സ്വാധീനം കോതമംഗലത്തുണ്ടോ? രണ്ട്, ജോസഫ് ഗ്രൂപ്പാണ് അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്, UDFന് വേണ്ടി മത്സരിച്ചുകൊണ്ട്. ഈ രണ്ട് ഗ്രൂപ്പുകളുടെ ഒരു സ്ഥിതി എന്താണ് പുതിയ സാഹചര്യത്തിൽ? അല്ലെ, പുതുതായിട്ടേ ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അങ്ങനെ വളർന്നു പോകുന്ന അവസ്ഥയിലല്ല ഇപ്പോൾ. അല്ല അല്ല, അതിൻ്റെ വളർച്ചയ്ക്ക് ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മുരടിച്ചിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ഈ അടുത്ത തലമുറ നേതൃത്വം എന്ന് പറയുന്നത് അതിക്ക് മുമ്പുണ്ടായിരുന്ന നേതാക്കളുടെ വാലിൽ കെട്ടാൻ കൊള്ളാത്തവരാണ്. ഇപ്പം ജോസ് കെ മാണി സാറിൻ്റെ വാലിൽ കെട്ടാൻ കൊള്ളാത്തത് എന്നതുപോലെ തന്നെ PJ ജോസഫിന് പകരം ജോസഫ് ഗ്രൂപ്പിൽ ഒരാളെ എടുത്ത് കാണിക്കാനില്ല. എന്നുവെച്ചാൽ നേതൃത്വപരമായിട്ട് പരിശോധിച്ചാൽ കേരള കോൺഗ്രസ് തകർച്ചയിലാണ്. അനൂപ് ജേക്കബിൻ്റെ അടുത്തിൽ എത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാലത്ത് കേരള കോൺഗ്രസിന് വളരെ മികച്ച നേതൃത്വം ഉണ്ടായിരുന്നു. ആ കാലത്ത് മാണി സാറിൻ്റെ സിദ്ധാന്തം പ്രസക്തമായിരുന്നു. വളരും തോറും വളരുകയൊക്കെ ചെയ്യും എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് കഴിഞ്ഞ് അടുത്ത തലമുറയിലേക്ക് ഈ ദീപശിഖ കൈമാറിയിട്ട് അത് കൊണ്ടുപോകാനുള്ള ശേഷി അവർക്കുണ്ടോ എന്നൊക്കെ സംശയം വരാവുന്ന രീതിയിലാണ് അവരുടെ മുന്നേറ്റം. എന്നുവെച്ചാൽ നേതൃത്വപരമായിട്ട് അവർക്ക് അങ്ങനെ മുന്നേറാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. പൊതുവെ രാഷ്ട്രീയത്തിന് ആ പ്രശ്നമുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ പഴയ കാലത്തുണ്ടായിരുന്ന പ്രമുഖരായിട്ടുള്ള നേതാക്കളുടെ അടുത്ത് കൊണ്ടുവെക്കാൻ പറ്റുന്ന നേതാക്കൾ ഇപ്പോൾ നമുക്കില്ല. അതെല്ലാത്തിലും ബാധിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസിൽ കൂടുതലാണ് ബാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സാർ പറഞ്ഞാൽ വളരെ ശരിയാണ്. കാരണം ചിലപ്പോൾ UDFന്റെ കെട്ടുറപ്പിനെ വളരെ കൃത്യമായി നിയന്ത്രിച്ചിരുന്ന ചില നേതാക്കൾ കേരള കോൺഗ്രസിൽ നിന്നുണ്ടായിരുന്നു. ആ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ മക്കൾക്ക് അതിൻ്റെ ഏഴേലത്ത് പോലും നിൽക്കാൻ കഴിയുന്നില്ല, അതൊരു സത്യമാണ്. എന്തായാലും രേഖകളും പ്രമാണങ്ങളും വസ്തുതകളും വെച്ചുകൊണ്ട് നമുക്ക് കോതമംഗലത്തിനെ കുറിച്ച് ഇത്രയൊക്കെ നമുക്ക് പറയാൻ തോന്നുന്നുള്ളൂ. തീർച്ചയായിട്ടും ബാക്കി പറയേണ്ടത് നമ്മളല്ല, പ്രേക്ഷകരാണ്, വോട്ടർമാരാണ്. കോതമംഗലത്തുകാർ കോതമംഗലത്തിന്റെ ഭാവിയെക്കുറിച്ച് എന്ത് പ്രവചിക്കുന്നു എന്നറിയാൻ ABC ന്യൂസിലൂടെ മലയാളികളും കാത്തിരിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ അവസരമാണ്. നിങ്ങൾക്ക് മുന്നിൽ വെച്ച വസ്തുതകളും കണക്കുകളും വച്ച് നിങ്ങൾക്ക് എത്രയും വേഗം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ആദ്യം തന്നെ നൽകിയിരിക്കുന്ന ലിങ്കിൽ കയറി നിങ്ങൾക്ക് NDAക്കാണോ LDFനാണോ UDFനാണോ മുൻതൂക്കം എന്ന് പ്രവചിക്കാം. എത്രയും വേഗമാകട്ടെ. 2026 കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരളം 2026 ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.